ഇരുട്ടി കരിക്കോട്ടക്കരിയിൽ കാട്ടാന ഇറങ്ങിയിരിക്കുന്നു. കാട്ടാനയെ കണ്ടത് രാവിലെ 6 മണിയോട് കൂടിയാണ്. വനം വകുപ്പ് വാഹനത്തെ കാട്ടാന ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാണ് വിശദാംശങ്ങൾ പുറത്തേക്ക് വരുന്നത്. സന്തോഷ് കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സന്തോഷ്, എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം? കാട്ടാന കാട്ടിലേക്ക് കയറിപ്പോയോ? ഈ കാട്ടാനയ്ക്ക് പരുക്കുകൾ ഉണ്ട് എന്ന വിവരങ്ങളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു. വിനിഷ, ഇന്ന് രാവിലെ 6 മണിയോട് കൂടിയാണ് കണ്ണൂർ ഇരിട്ടിക്കടുത്ത കരിക്കോട്ടക്കരിയിൽ ടൗൺ ഭാഗത്ത് തന്നെ കാട്ടാനയെ കണ്ടെത്തിയത്. രാവിലെ 6 മണിയോട് കൂടിയായിരുന്നു പ്രദേശവാസികൾ കാട്ടാനയെ കണ്ടെത്തിയത്. ഉടൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചിരുന്നു. വനംവകുപ്പിന്റെ വാഹനം അവിടെ എത്തിയപ്പോഴും കാട്ടാന ഈ വാഹനത്തിന് നേരെ പാഞ്ഞെടുത്ത് ആക്രമിക്കാൻ ശ്രമിക്കുന്ന രീതിയിലുള്ള സംഭവം ഉണ്ടായി. ഇപ്പോൾ ഈ കാട്ടാന പ്രദേശത്ത് തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. അവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പരിശോധന നടത്തുന്നുണ്ട്. വെന്തച്ചാപ്പയിലെ ആനനിൽക്കുന്തടം ജോഷി എന്ന് പറയുന്നവരുടെ വീടിന് സമീപമാണ് കാട്ടാന ഉള്ളത്. നേരത്തെ ഈ മേഖലയിലും ഇതിന് തൊട്ടടുത്തുള്ള കീഴ്പള്ളി വട്ടപ്പറമ്പ് മേഖലയിൽ കാട്ടാന എത്തിയിരുന്നു. ഈ ആന തന്നെയാണ് ഇവിടേക്ക് കരിക്കോട്ടക്കരിയിലേക്ക് എത്തിയത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. നേരത്തെ ഈ കാട്ടാന എത്തിയപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് ഇതിനെ പുഴ കടത്തി അക്കരയ്ക്ക് ആറളം വനമേഖലയിലേക്ക് എത്തിച്ചിരുന്നു. എന്നാൽ അതേ ആന തന്നെയാണ് വീണ്ടും കരിക്കോട്ടക്കരിയിൽ എത്തിയത് എന്നാണ് സംശയിക്കുന്നത്. ഏതായാലും നിലവിൽ അവിടെ ആളുകളെല്ലാം കൂട്ടം കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ കലക്ടർ ഈ ഭാഗത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഒരു അക്രമ വാസന കാണിക്കുന്ന ആനയായതുകൊണ്ട് തന്നെ ആളുകളോട് ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ വനംവകുപ്പ് നൽകിയിരിക്കുന്നത്. വിനിഷ്. ശരി സന്തോഷ്. കണ്ണൂർ ഇരിട്ടി കരിക്കോട്ടക്കരിയിൽ ഇറങ്ങിയ കാട്ടാന ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. കാട്ടാനയെ കാട്ടിലേക്ക് കയറ്റി അയക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സ്ഥലത്ത് നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരിക്കുകയാണ് ജില്ലാ കളക്ടർ. സന്തോഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.